നമസ്കാരം, എല്ലാവർക്കും വീക്കെൻഡ് വോയിസിലേക്ക് സ്വാഗതം. ചൂട് സമയത്തെ ദാഹം അകറ്റാനായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കിവി മൊജിറ്റോയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് കിവി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീനാക്കി എടുക്കാം. അങ്ങനെ കിവിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊജിറ്റോയിലേക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കിവി നമ്മളൊന്ന് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണ്. പിന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച കിവിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ഒരു ജാറാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരുന്ന കിവി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു അരമുറി ലെമണും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. കുറച്ച് മിൻറ്റും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ ചേർക്കണേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കിവി അടിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊജിറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ മൊജിറ്റോ ഉണ്ടാക്കാനായിട്ടൊരു ഗ്ലാസ്സിലേക്ക് നമ്മളൊരു ലേശം ലെമൺ ജ്യൂസ് ആ ഗ്ലാസിൻ്റെ അറ്റത്ത് ഇങ്ങനെ പുരട്ടിയിട്ട് നമ്മളിങ്ങനെ ഈ പഞ്ചസാരയിലൊന്ന് മുക്കിയെടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. കുടിക്കുമ്പോൾ ഒരു മധുരം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മളൊരു ഭംഗിക്കും ടേസ്റ്റിനും ഒക്കെ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന കിവി ലേശം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച കിവി, അതുപോലെ തന്നെ ഒരു ലെമൻ്റെ അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡയാണ്. സോഡയും കൂടെ കൊണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊജിറ്റോ റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപാര ടേസ്റ്റാണ്. നമുക്ക് ഗ്ലാസിൻ്റെ അറ്റത്ത് ഈ ഒരു ലെമണൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗാർണിഷും ആവും. അങ്ങനെ നമ്മുടെ ഈ കിവി മൊജിറ്റോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഈ ചൂട് കാലത്ത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അവർ കളറും കാര്യങ്ങളും ഒക്കെ ചേർത്ത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. വീട്ടിലാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മൊജിറ്റോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരം അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.